നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ നിലമ്പൂരിൽ ശ്യാം സുന്ദറാണ്, രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്. ഇന്നത്തെ സ്റ്റോറി ഒരു ലവ് സ്റ്റോറി ആയിക്കോട്ടെ എന്ന് കരുതി. നടന്ന സംഭവങ്ങളാണ്. നമ്മുടെ വിക്ടോറിയ കോളേജിലെ ഒരു കോളേജ് കുമാരൻ്റെ ലീലാവിലാസങ്ങൾ, ഒട്ടനവധി കുട്ടികളുടെ ജീവിതം താറുമാറാക്കി കളഞ്ഞ ഒരു മഹാഭാവിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് BA സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത്, ഒരു സുന്ദരനും സുമുഖനുമായ ഒരു പയ്യൻ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കയറി വന്നു. അവനെ കണ്ടാൽ നല്ല ഭംഗിയുള്ള സുന്ദരമായൊരു മുഖം, ആര് കണ്ടാലും അവനെ ഒന്ന് നോട്ടമിടും. അല്ലെങ്കിൽ അവൻ്റെ ആ സൗഹൃദം പറ്റാൻ വേണ്ടി മത്സരിക്കുന്ന കാഴ്ച തന്നെയാണ് പിന്നീട് ഞങ്ങൾ ക്യാമ്പസിലുള്ള ആൾക്കാരൊക്കെ കണ്ടത്. ഇവൻ്റെ പേര് വിപിൻ എന്നാണ്. വിപിൻ ചന്ദ്രൻ. ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ 26 കുട്ടികളാണ്. ഈ 26 കുട്ടികളിൽ 18 പേര് ഗേൾസാണ്. 18 പേരിൽ 15 പേരെയും ഈ വിപിൻ എന്ന് പറയുന്ന ആ ഒരു മഹാഭാവി നശിപ്പിച്ചു കളഞ്ഞു. ഓരോരുത്തർക്ക് പണത്തിൻ്റെ ആ തിളപ്പിൽ അവൻ ഒരുപാട് കുട്ടികളെ, ഞങ്ങളുടെ ക്ലാസ്സിൽ മാത്രമാണ് 10-15 കുട്ടികളെങ്കിലും നശിച്ചു എന്നത് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ BSCക്ക് പഠിക്കുന്ന അടുത്ത ക്ലാസ്സിലെ കുട്ടികൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ബിരുദത്തിൽ പഠിക്കുന്ന കുട്ടികളെ എല്ലാം ഇവൻ വലവീശി പിടിച്ച ഒരു കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. RC പാർക്ക് എന്നൊരു ബിയർ പാർലറുണ്ട് ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്തായിട്ട്. ഇവിടെ ഗേൾസും ബോയ്സും എല്ലാം പോവാറുമുണ്ട്. കാരണം അവിടുത്തെ സംസ്കാരം സ്വതന്ത്രമായ ചിന്താഗതി തന്നെയായിരുന്നു. വിപിൻ കോഴിക്കോട് ഒരു കോളേജിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് അവനെ അവിടുന്ന് കോളേജിൽ നിന്ന് പുറത്താക്കിയത്. നേരെ വന്ന് അടിഞ്ഞത് ഞങ്ങളുടെ കോളേജിലും. സൽസ്വഭാവികളായ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറെയും. ആ കുട്ടികളെയൊക്കെ തന്നെ അവൻ്റെ പണത്തിൻ്റെ, അതുപോലെ തന്നെ അവൻ്റെ ആ കൂട്ടുകെട്ടിൻ്റെയും പ്രൗഢിയുടെയും അവൻ്റെ വാഹനങ്ങളുടെയും, കാരണം തരം കാറുകൾ, ബൈക്കുകൾ, ബുള്ളറ്റ്, ഇങ്ങനെയൊക്കെ ഒരു മാസ്മര ലഹരിയിലായിരുന്നു അവൻ്റെ പോക്കും വരവും. അത് കണ്ട് ആരാധന മൂത്ത് ക്ലാസ്സിലെ ഒട്ടുമിക്ക പെൺകുട്ടികളും അവൻ്റെ വലയിൽ വീണു. പല കുട്ടികളിലും ഒരു ബിൻസി എന്ന് പറയുന്ന കുട്ടിയാവട്ടെ, അതുപോലെ തന്നെ സുനിത, അങ്ങനെ പല കുട്ടികൾ, ഇവരൊക്കെ സങ്കടം പറയുന്നത് എന്നോടും എൻ്റെ കൂടെയുള്ള ഹുസൈൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അമൽ ഇരട്ടകളാണ് വിമൽ, ഇവരോടൊക്കെയാണ് ഈ പാവം കുട്ടികൾ സങ്കടം പറഞ്ഞിരുന്നത്. പക്ഷേ പറഞ്ഞു വന്നപ്പോഴേക്കും സമയം അതിക്രമിച്ചിരുന്നു. അത്രയ്ക്ക് കുട്ടികൾ അവൻ്റെ വലയിൽ വീണ് കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഒരുപാട് പേരെ തൃശ്ശൂർ വേലങ്ങൻ കുന്നിലേക്ക് അവൻ എപ്പോഴും ഈ കുട്ടികളെ ചാടിച്ച് ക്ലാസ് കട്ട് ചെയ്ത് ഇവരെ കൊണ്ടുപോകുന്നത് പതിവായിരുന്നു. അതെല്ലാം കാണാനും കേൾക്കാനും ഞങ്ങൾ ശ്രമിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് വേണേൽ പറയാൻ. കാരണം ഇവൻ്റെ ചതിക്കുഴിയിൽ പെടുന്ന കാര്യം വൈകിയാണ് ഞങ്ങളെല്ലാവരും അറിഞ്ഞത്. എന്തിനേറെ പറയുന്നു, ഞങ്ങളുടെ കോളേജിലെ ഒരു പാവം പിടിച്ച ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറെയും ഈ ക്രൂരനായ വിദ്യാർത്ഥി, അല്ലെങ്കിൽ എൻ്റെ സഹപാഠി, ആ ടീച്ചറെയും വലയിലാക്കി. ഇങ്ങനെ സത്യം, ധർമ്മം, നീതി എന്നൊന്നും ഇല്ലാതെ ഗുരുക്കന്മാരെ തന്നെ മോശമായ രീതിയിൽ കാണുകയും അവരെ വേഴ്ചയ്ക്ക് ക്ഷണിക്കുകയും ചെയ്ത ഒരു മോശപ്പെട്ട ഒരു പയ്യൻ തന്നെയായിരുന്നു ഈ വിപിൻ
ചന്ദ്രൻ. ഗുരുവായൂർ അടുത്തുള്ള എൻ്റെ ഷോപ്പിലാണ് ഞാൻ എന്നും കിടക്കാറ്. നിലമ്പൂരിലേക്ക് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെ അടുത്തേക്കും ഇടയ്ക്കൊന്ന് വന്ന് പോവാറാണ് പതിവ്. അങ്ങനെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കാം ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. സൈക്കിളായിരിക്കും മിക്കപ്പോഴും ഞാൻ പോവുക, അല്ലെങ്കിലോ ഒരു ലൂണ ഒരു സ്കൂട്ടിയാണ്. ഈ സ്കൂട്ടിയിലോ അല്ലെങ്കിൽ സൈക്കിളിലോ ആയിരിക്കും ഞാൻ മിക്ക സമയങ്ങളിലും എൻ്റെ ക്ലാസ്സിലെത്തുക. ഗുരുവായൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് ഉള്ള ദൂരം വളരെ കുറവാണ്, ഒരു 7 കിലോമീറ്റർ മാത്രമാണ്. അങ്ങനെ അവിടെ വരുന്ന കുട്ടികൾ ഈ പയ്യൻ്റെ അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ കണ്ടുമടുത്ത ഒരു കുട്ടികൾ തന്നെയായിരുന്നു. അവനോട് എതിരിടാൻ അവിടെ ആർക്കും ധൈര്യമില്ല എന്നതാണ് സത്യം. കാരണം അവൻ്റെ കൂട്ടുകാർ പലരും രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമുള്ള പയ്യന്മാരായിരുന്നു. പ്രത്യേകിച്ച് DYFI അല്ലെങ്കിൽ SFI അല്ലെങ്കിൽ CPM ഒരുപാട് ഗുണ്ടകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമ്മാതിരിത്തെ പോക്കരിത്തരത്തിന് കയ്യും കാലും വെച്ച അവനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യാണ്ട് അവൻ്റെ അച്ഛൻ തന്നെയാണ് ചന്ദ്രൻ. ഇയാളുടെ സുഹൃത്തുക്കളാണ് നിയമപാലകരും. SI ആവട്ടെ, സർക്കിൾ ഇൻസ്പെക്ടർ, DYSP ആവട്ടെ, SP ആവട്ടെ, ഏത് തരത്തിലുള്ള റാങ്ക് നോക്കിയാലും ഇവൻ്റെ ആളുകൾ, അവൻ്റെ ആളുകളുടെ ഇടയിൽ അവൻ എപ്പോഴും സുരക്ഷിതനാണ്. എന്ത് തെമ്മാടിത്തരം ചെയ്താലും, എന്ത് തെറ്റ് ചെയ്താലും, എത്രയൊക്കെ കുട്ടികളെ റാഗ് ചെയ്താലും അവനെ സംരക്ഷിക്കാനാണ് അവൻ്റെ പാർട്ടിയും അവൻ്റെ ആളുകളും ഉള്ളത്. പലതവണ എന്നെയും ഈ SFI എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് പൊതുവെ രാഷ്ട്രീയവുമായിട്ട് എനിക്ക് താല്പര്യമില്ല, പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയം. കാരണം പഠിക്കാൻ പോയാൽ നമ്മൾ ഇല്ലാത്ത കാശുണ്ടാക്കി നമ്മൾ ബുക്കും ബാഗും അല്ലെങ്കിൽ പെൻസിലും അല്ലെങ്കിൽ പേനയാവട്ടെ എന്തായാലും ഒരു ക്ലാസ്സിൽ കോളേജിൽ ഫീസ് അടയ്ക്കാൻ പോലും കാശില്ലാതെ നരകിച്ച് വിഷമിച്ച് പല പല ജോലി ചെയ്തിട്ടാണ് ഞാനടക്കമുള്ള ആളുകൾ അന്ന് കോളേജിൽ പോയിരുന്നത്. അപ്പോൾ നമ്മൾക്ക് രാഷ്ട്രീയം കളിക്കാനുള്ള നേരമില്ല. അതിന് അച്ഛനും അമ്മയും ധാരാളം പൈസ ഉണ്ടാക്കിയതും അല്ലെങ്കിൽ തെമ്മാടികളും അല്ലെങ്കിൽ ഒരുപാട് ഗുണ്ടായിസ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നെ പോലെയുള്ള സ്വതന്ത്ര ചിന്താഗതിക്കാരായ വിദ്യാർത്ഥികളാണ് ആ കോളേജിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. കാരണം ഒരു രാഷ്ട്രീയത്തിൻ്റെയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരുടെയും മുമ്പിൽ തലകുനിക്കാനും അടിയറ വയ്ക്കാനും താല്പര്യമില്ലാത്ത സ്വതന്ത്ര ചിന്താഗതിക്കാർ, നന്മയ്ക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും തിന്മ കാണുമ്പോൾ എപ്പോഴും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളായിരുന്നു എനിക്കും അല്ലെങ്കിൽ അവർക്ക് ഞാനും. അങ്ങനെ 2.5 വർഷക്കാലം ആ കോളേജിൻ്റെ നല്ല കുട്ടികളായിട്ട് പഠിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. വിപിൻ എന്ന ആ ഒരു മോശപ്പെട്ട പയ്യൻ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം അവൻ്റെ ചെയ്തികൾ അത്രയ്ക്ക് ക്രൂരമായിരുന്നു, മോശപ്പെട്ടതായിരുന്നു. ഒടുവിൽ അവന് സംഭവിച്ചത് വളരെ വേദനിപ്പിക്കുന്ന ചില വിവരം തന്നെയായിരുന്നു. കാരണം ഒരു കുട്ടി, ക്ലാസ്സിലെ കുട്ടി തന്നെ, ആ കുട്ടിയുടെ വീട്ടിലേക്ക് പതിവായിട്ട് ആരുമില്ലാത്ത തക്കം നോക്കി സമയം നോക്കി അവൻ പോകുമായിരുന്നു. അങ്ങനെ ആ പോകുന്ന സമയത്ത് അവൻ്റെ ആ കൂടെയുള്ള കൂട്ടുകാരിയായ ആ പെൺകുട്ടിയുടെ അമ്മയുമായിട്ടും ഇവൻ ലോഹ്യത്തിലേർപ്പെട്ട കഥയാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. ആ അമ്മയ്ക്കും ഇവനെ വേണം, മകൾക്കും ഇവനെ വേണം. അങ്ങനെ 2 കൂട്ടർക്കും വേണ്ടി ഇവനും ഇവൻ്റെ സിബന്ധികളും അവിടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ നടത്തിയ കഥയാണ് ഈ ക്യാമ്പസുകളെല്ലാം പാട്ടായി തീർന്നത്. ഇതിൻ്റെ സന്തത സഹചാരിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ക്ഷണപ്രകാരം ഇവൻ ഒരിക്കൽ പോവുകയും ആ പോകുന്ന കൂട്ടത്തിൽ അവൻ അവൻ്റെ സുഹൃത്തിനെയും കൊണ്ടുപോയ ഒരു കാര്യവും ഞങ്ങൾ അറിയാൻ സാധിച്ചു. അങ്ങനെ ഗുരുവായൂരിനും കുന്നംകുളത്തിനും ഇടയ്ക്കുള്ള ഒരു കുഗ്രാമത്തിൽ ആ കുട്ടിയുടെ വീട്ടിൽ വെച്ച് ജനങ്ങളെല്ലാവരും, നാട്ടുകാരെല്ലാവരും ഇവർ 2 പേരെയും പിടിച്ചു. ഇവന് കാവൽ നിന്നിരുന്ന അവൻ്റെ കൂട്ടുകാരനെ എല്ലാവരും അടിച്ച് മർദ്ദിച്ച് അവശനാക്കി. എന്നാൽ ഈ കുട്ടിയുടെ വീട്ടിൽ പോയി ആ കുട്ടിയുടെ ഭക്ഷണം വിളമ്പുന്ന ആ സമയം നോക്കി ആ കുട്ടിയുടെ അവിടുത്തെ വേലക്കാരിയുമായിട്ട് ഇവൻ വേഴ്ച നടത്തിയ കഥയാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. ആ സ്ത്രീയുടെ പരാതി പ്രകാരം അന്ന് കേസും എല്ലാം പ്രശ്നങ്ങൾ വളരെ സൃഷ്ടിച്ചിരുന്നു.
പക്ഷേ ആ കേസെല്ലാം വളരെ നിഷ്ഫലമായി പോവുകയാണ് ഉണ്ടായത്. ഈ കഥകളെല്ലാം ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയായിരുന്നു. നെന്മാറ, അതുപോലെ തന്നെ ഒലവക്കോട് എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഈ കഥ പ്രചുര പ്രചാരത്തിൽ ആവുകയും അവിടുത്തെ മതിലുകളിലെല്ലാം ഈ വിപിൻ ചന്ദ്രനെ അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെക്കുറിച്ചുള്ള ഫോട്ടോ സഹിതം പോസ്റ്റർ ഒട്ടിക്കുകയൊക്കെ ഉണ്ടായ ഒരു സംഭവമായിരുന്നു ആ ഒരു കഥ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ചാണ്. അതാണ് സത്യം. അത് SFI ആയിക്കോട്ടെ, KSU ആയിക്കോട്ടെ, അല്ലെങ്കിൽ ABVP ആവട്ടെ, ഏത് വിദ്യാർത്ഥി സംഘടനയാവട്ടെ, നമ്മൾക്ക് കേരളത്തിൽ ഇനിയുള്ള രാഷ്ട്രീയ ആ ഒരു കൊയ്ത്ത് കഴിഞ്ഞാൽ ഇനി ഭരണാധികാരികളുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഒരു കലാലയങ്ങളിലും രാഷ്ട്രീയം വേണ്ട. കാരണം രാഷ്ട്രീയം ഈ കലാലയത്തിലെ കുട്ടികളുടെയല്ല. അത് ക്യാമ്പസുകളിൽ പുറമെയുള്ള നേതാക്കന്മാർ അവരെ കുരങ്ങ് കളിപ്പിക്കുകയാണ്. അതിലൂടെ ഈ കുട്ടികളെല്ലാവരും കലാപകാരികളാക്കി അല്ലെങ്കിൽ തീവ്രവാദികളാക്കി അങ്ങനെ കൊണ്ടു നടക്കാനാണ് വലിയ വലിയ പാർട്ടി ഓഫീസുകളിലെ പ്രധാന ചർച്ചയും ഉദ്ദേശവും. ഇതറിയാതെ പാവപ്പെട്ട കുട്ടികൾ ക്യാമ്പസിൽ കയറി ചെന്നാൽ ഉടനെ അവരെ സ്വാഗതം ചെയ്യുന്നത് ഇതുപോലുള്ള തീവ്രവാദികളായ രാഷ്ട്രീയ സംഘടനകളാണ്. ഏത് രാഷ്ട്രീയമായിക്കോട്ടെ, കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണ്ട. കാരണം നമ്മുടെ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് ആദ്യമായി 10ാം ക്ലാസ് കഴിഞ്ഞും അല്ലാതെ ഡിഗ്രിക്ക് ചേരുന്ന കുട്ടികളൊക്കെ തന്നെ ഇവരുടെ വലയിൽ വീണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആരും പുറത്ത് പറയുന്നില്ല, ഭയന്നുകൊണ്ട്. കാരണം ഗുണ്ടാപ്പട ആണ് ഏറ്റവും കൂടുതലുള്ളത്. എന്തും ചെയ്യാൻ മടിക്കാത്ത, കാള പെറ്റു എന്ന് പറഞ്ഞാൽ കയറെടുക്കാൻ വിഡ്ഢികളായ ഒരു പറ്റം ആളുകൾ, അതിലേറെയും ഹിന്ദുക്കളായ കുട്ടികളാണ് എന്നതാണ് ഏറ്റവും വേദനിക്കുന്നത്. കാരണം മുസ്ലിം കുട്ടികളും ക്രിസ്ത്യാനി കുട്ടികളും മതം പറയുകയല്ല, ക്ഷമിക്കൂ. കാരണം ഹിന്ദു കുട്ടികളും അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബലിയാടാവുന്നത്. ഇതിൽ ഈ കമ്മ്യൂണിസം എന്ന ആ തുരുമ്പെടുത്ത പ്രത്യയശാസ്ത്രത്തിൽ അന്ത്യനിദ്ര കൊള്ളുന്നതും വിദ്യാഭ്യാസത്തിൻ്റെ കണിക പോലും ഇല്ലാതെ ഒരു വിവരമില്ലാത്ത പലരും ഇന്ന് അധ്യാപകരായിട്ട് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംഭാവനയാണ്. ഡോക്ടർമാരാവട്ടെ, വക്കീലന്മാരാവട്ടെ, എഞ്ചിനീയറാവട്ടെ, അധ്യാപകരാവട്ടെ, വില്ലേജ് ഓഫീസിലാവട്ടെ, താലൂക്ക് ഓഫീസിലാവട്ടെ, സമസ്ത മേഖലകളിലും വിദ്യാസമ്പന്നരായ വെറും ഈ രാഷ്ട്രീയ കോമരങ്ങളാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് രാഷ്ട്രീയമാവട്ടെ, മാറി മാറി വരുന്ന എല്ലാ രാഷ്ട്രീയത്തിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വിദ്യാർത്ഥി സംഘടനകളിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇനിയുള്ള കലാലയങ്ങളിൽ ഇനി സ്കൂൾ തുറന്ന് അല്ലെങ്കിൽ കോളേജ് തുറന്നു കഴിഞ്ഞാൽ ആരും കലാലയ രാഷ്ട്രീയത്തിൽ ഏർപ്പെടരുതെന്ന് എല്ലാവരും അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു വലിയ നിലയിലെത്താൻ വേണ്ടിയാണ്. അല്ലാതെ പ്രണയിച്ച് നടക്കാനും അല്ലെങ്കിൽ റൂമിൽ പോകാനും അല്ലെങ്കിൽ പല മോശമായ രീതിയിൽ നമ്മൾ ബീച്ചിലും റെസ്റ്റോറൻറ്റും തിയേറ്ററിലും കയറിയിറങ്ങി കളിക്കാനല്ല നമ്മുടെ ബാല്യകാലം അല്ലെങ്കിൽ വിദ്യാർത്ഥികാലം. ഈ വിദ്യാർത്ഥികാലത്തിൽ നമ്മളെപ്പോഴും വിദ്യ അർത്ഥിക്കാനാണ് പോകുന്നത്. അത് പഠിക്കാനുള്ളതാണ്, അറിവ് നേടാനുള്ളതാണ്, നല്ല ജോലി നേടാനുള്ളതാണ്, നല്ല കുടുംബ ബന്ധം, ഭാവിയിൽ നമ്മൾക്ക് തകരാത്ത കുടുംബ ബന്ധം നമ്മൾ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെന്നും നമ്മുടെ തലമുറകൾ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ അച്ഛൻ മോശമായിരുന്നു, അമ്മ വളരെ മോശപ്പെട്ടവളായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും പരിഹസിക്കപ്പെടുന്ന ഒരു ഇടയിൽ ജീവിക്കാൻ ഇടവരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെയും നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെയും വിനീതമായ കൂപ്പുകൈ നമസ്കാരം.